ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാം. നിങ്ങളെ കാണാൻ ശരിക്കും ഗോബ്ലിനെ പോലെ തന്നെയുണ്ട്. ഐ ലവ് യു. അവനതിന് എന്ത് മറുപടി പറയണമെന്ന് പോലും അറിയില്ല. ഓ, ചേട്ടൻ ഇതിനു മുമ്പ് ഇത് കേൾക്കാത്ത പോലെയാണല്ലോ. ആ നാണം നോക്കിക്കേ. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എങ്കിൽ ശരി, നമുക്ക് അങ്ങോട്ട് പോയാലോ? അതും പറഞ്ഞ് അവൾ ഗോബ്ലിനെയും കൊണ്ട് കാനഡ മുഴുവനും ചുറ്റാൻ തുടങ്ങി. അങ്ങനെ രണ്ടും കൂടി ഒരു പാർക്കിൽ കൂടി നടക്കുവാണ്. അവളാണെങ്കിൽ വായിൽ നാക്കിടാതെ ചലപിലാന്ന് ചെലച്ചോണ്ടാണ് നടക്കുന്നത്. മാത്രമല്ല അവിടെ ഒരുപാട് മേപ്പിളിലകൾ പൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനൊരു കാര്യം അറിയോ? ഈ വീഴുന്ന മേപ്പിളില പിടിച്ചാലേ അവളത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഗോബ്ലിന് ഒരു ഇലയങ്ങ് പിടിക്കുന്നു. അപ്പോഴേക്കും പിടിച്ചോ, വേഗം കളയ്. എന്തിനാ കളയുന്നേ? അത് പിന്നെ വീഴുന്ന മേപ്പിളില പിടിച്ചാൽ കൂടെ നടക്കുന്ന ആളോട് പ്രേമം തോന്നുമെന്നാ. അത് നീ ഇപ്പൊ ഉണ്ടാക്കിയെടുത്തതല്ലേ? അങ്ങനൊന്നുമല്ല. നീയല്ലേ നീ ഇഷ്ടമാണെന്ന് പറഞ്ഞേ? നിങ്ങൾ ഗോബ്ലിനാണോ? അല്ല എങ്കിൽ അതങ്ങ് എറിഞ്ഞു കളഞ്ഞേരെ. പിന്നെ നീ എന്തിനകത്ത് പിടിക്കാൻ നോക്കിയേ? കാരണം ഞാൻ ആ ചുള്ളൻ ചേട്ടന്റെ കൂടെ നടക്കുന്നത് പോലെ കാണിക്കാൻ പോവായിരുന്നു. ചുള്ളൻ ചേട്ടനോ? അവൻ തിരിഞ്ഞു നോക്കിയ നേരം കൊണ്ട് നമ്മുടെ യൂണ്ടക്ക് അത് എപ്പോഴേ അടിച്ചു മാറ്റി. എന്നിട്ട് അതും കൊണ്ട് ദേ ആ മരത്തിൽ ചാരി നിൽക്കുന്ന ചെറുക്കന്റെ അടുത്തേക്ക് ഒരൊറ്റ ഓട്ടം. അതൊരു പ്രേതമാണെന്ന് അവളുണ്ടോ അറിയുന്നു. അതറിഞ്ഞതും ആള് ജീവനും കൊണ്ട് ഒരൊറ്റ ഓട്ടം. അവിടുന്ന് അവർ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. ഇതൊരു ഹോട്ടലല്ലേ? ഞാനൊരു ഹൈസ്കൂൾ കുട്ടിയാണെന്ന് നിങ്ങൾ മറന്നോ? തുടക്കം തൊട്ടേ ഒരു വശപ്പിശക്. നീ എന്നെ കെട്ടാമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ? നിങ്ങൾ ഗോബ്ലിനാണോ? അല്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോവാ? എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. വല്ല പെമ്പിള്ളാരും കാണാനാണോ? എനിക്കറിയായിരുന്നു ഇതിനാണല്ലേ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഗോബ്ലിന്റെ വധുവല്ലെന്ന് നിങ്ങൾ പറഞ്ഞത്. എന്റെയിലാണെങ്കിൽ കാശില്ല, പാസ്പോർട്ട് ഇല്ല. ഇവിടെ ആണെങ്കിൽ ആരെയും അറിയില്ല. ഒന്ന് ശ്വാസം എടുക്കാൻ പോലും പാടാണ്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല. ഞാൻ ഉദ്ദേശിച്ചത് എനിക്കൊരു $10 കടം തരാമോ? നിങ്ങളെങ്ങാണ് അവനെ തനിച്ചാക്കി പോയാലോ? അപ്പൊ എനിക്ക് എംബസിയിലേക്ക് വിളിക്കണ്ടേ? അങ്ങനെ പോയാൽ എന്നെ തന്നെ വിളിച്ചാൽ മതി. അതല്ലേ എംബസിയിൽ പോകുന്നതിനേക്കാളും ഫാസ്റ്റ്. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. പാവം നമ്മുടെ യൂണിറ്റക്ക് ഒറ്റയ്ക്കായി പോയി. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഗ്രീൻ റീപ്പറെയാണ് കാണിക്കുന്നത്. അവന്റെ കൂടെ തന്നെ മറ്റൊരു ഗ്രീൻ റിപ്പറും കൂടിയുണ്ട്. ഇതാണ് പിടികിട്ടാത്ത ആത്മാക്കൾക്കുള്ള ഫോം. അല്ല, ഈ പിടികിട്ടാത്ത ആത്മാക്കളൊക്കെ എന്തിനാ നിലനിൽക്കുന്നത്? ഞാൻ അവ ഉണ്ടെന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഒരിക്കലും ഒരെണ്ണത്തിന് പോലും കൈകാര്യം ചെയ്തിട്ടേ ഇല്ല. സീനിയർ കൈകാര്യം ചെയ്യുന്ന കേസ് എങ്ങനെ? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡാ. അവൾ മരണ പട്ടികയിലുമില്ല, പേരിന്റെ പട്ടികയിലുമില്ല. ഏത് നിയമങ്ങളാണ് പ്രയോഗിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നല്ല പണിയായിരിക്കും അല്ലേ? എനിക്കറിയാൻ വയ്യേ. സീനിയർ താമസം മാറ്റിയെന്ന് കേട്ടല്ലോ. എപ്പോഴാ വീടിന്റെ പാലുകാച്ച്? അത് വാടക വീടാടോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ആണും പെണ്ണും കൂടി കയറി വരുന്നത്. വന്ന പാടെ രണ്ടും കൂടി പൊരിഞ്ഞാടി. എന്നെ ഇടിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. താൻ കുടിച്ചിട്ടുണ്ടല്ലേ? അവരെ കണ്ടതും ഗ്രിം റിപ്പർ തന്റെ തൊപ്പിയും തലയിൽ വെച്ച് അവരുടെ അടുത്തേക്ക് വരുന്നു. പാർക്ക് വോൺ കിം യോങ്, ഒക്ടോബർ 4, 2016. മരണം കാർ അപകടം മൂലം. ഇത് നിങ്ങളല്ലേ? അവർ ശരിക്കും മരിച്ചുപോയ 2 ആത്മാക്കളായിരുന്നു. അങ്ങനെ ഗ്രിം റിപ്പർ അവരെ നേരെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ പെണ്ണിന് മാത്രമായിട്ട് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കുന്നു. ഇത് ഈ ജന്മത്തിലെ നിങ്ങളുടെ ഓർമ്മകളെല്ലാം ഇല്ലാതാക്കും. നിങ്ങളെന്താ എനിക്ക് മാത്രം വെള്ളം കുടിക്കാൻ തരാത്തെ? നിങ്ങൾ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നിങ്ങൾ ഓർത്തിരിക്കണം. ആളുകളെ ഇടിച്ചിട്ടിട്ട് നിങ്ങൾ ഇത് പോകുന്നത് ആദ്യമായിട്ടല്ല. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അന്ന് യൂൺതാക്കിന്റെ അമ്മയെ ഇടിച്ചിട്ടിട്ട് പോയ കാറും ഇങ്ങേരുടേതായിരുന്നു. ഈ ചായ കുടിക്കാൻ പറ്റാത്ത നിമിഷത്തെ പറ്റി ഓർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും. ഓരോ നിമിഷത്തെ വേദനയിലും ചെയ്തതോർത്ത് നിങ്ങൾ പശ്ചാത്തപിക്കും. ഒരിക്കലും ആ വേദന അവസാനിക്കത്തേയില്ല. അത് കേട്ട് പേടിച്ചു പോയ അയാളെ ഗ്രിം റിപ്പറുടെ കാല് പിടിച്ച് മാപ്പ് പറയുന്നു. കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ ഓർമ്മകളുടെയും വേദന അനുഭവിക്കുന്ന ഒരാളെ എനിക്കറിയാം. അയാളും ഇതുപോലെ ഒരുപാട് തവണ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അയാൾ ഇപ്പോഴും ആ വേദനയോട് തന്നെയാണ് ജീവിക്കുന്നത്. ഗോബ്ലിൻ ആണെങ്കിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ കല്ലറയ്ക്ക് മുന്നിൽ പൂക്കൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായിട്ട് ഗോബ്ലിന്റെ കൂടെ ചേർന്ന ആ കൊച്ചു കുട്ടിയില്ലേ, അവന്റേതുൾപ്പെടെ ഇതുവരെ ഗോബ്ലിനെ സേവിച്ച് മരിച്ച എല്ലാവരുടെയും കല്ലറകൾ അവിടെ ഉണ്ടായിരുന്നു. തന്റെ കൂടെ നിന്ന് പ്രിയപ്പെട്ടവരെല്ലാം മരിക്കുന്നത് അവന് നൽകിയത് മരണതുല്യമായ വേദനയായിരുന്നു. മാത്രമല്ല അവന് കിട്ടിയ ശാപം പോലെ ആരുടെയും മരണം അവന് മറക്കാൻ സാധിക്കുമായിരുന്നില്ല. ഈ വേദനകളൊന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ സ്വയം തന്റെ നെഞ്ചിൽ തറച്ചിരിക്കുന്ന ആ വാൾ വലിച്ചൂരാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ അത് മാത്രം അവനെ കൊണ്ട് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. ഇപ്പോഴും ആ നീറുന്ന വേദനയിൽ അവൻ ജീവിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? കണ്ടില്ലേ, ഞാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അതേസമയം ഒറ്റയ്ക്കായി പോയി നമ്മുടെ യുണ്ടാക്ക് ആ കാനഡ മുഴുവൻ ചുറ്റി നടക്കുവാണ്. അങ്ങനെ നടന്ന് അവൾ ഒരു പാർക്കിൽ എത്തുന്നു. അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അവൾ നമ്മുടെ ഗോബ്ലിനെ കാണുന്നത്. കണ്ടുപിടിച്ചല്ലോ.
ഞാൻ ഇങ്ങോട്ട് വന്നതുപോലെ നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ പോകാൻ വരുമായിരുന്നു. നിങ്ങളുടെ ഫലകത്തിൽ മാത്രം എന്താ പേരില്ലാത്തത്? എപ്പോഴും ഇങ്ങനെയാണോ ജീവിതം ഉപേക്ഷിക്കാറ്? എത്ര വട്ടം എണ്ണീട്ടില്ല. ഹലോ, ഞാൻ ജീവൻ തക്ക്. ഏതാണ്ട് 200 വർഷത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ വധുവാകും. ഇല്ല, പക്ഷേ 200 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ സുന്ദരനാണ് കേട്ടോ. ഞാൻ പോട്ടെ. അതും പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ നടന്ന് രാത്രിയായി. നിങ്ങളിവിടെ ഒരുപാട് കാലം താമസിച്ചിട്ടുണ്ടോ? ഒരുപാട് തവണ വന്നു പോയിട്ടുണ്ട്. കുടിലുകൾ മാറി ആ കാണുന്ന ഹോട്ടൽ ആകുന്നത് കണ്ടിട്ടുണ്ട്. നാട് വിട്ടതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് തങ്ങിയ സ്ഥലം ഇതായിരുന്നു. അന്ന് ആ കുടിലങ്ങ് വാങ്ങിയ പോരായിരുന്നോ? എങ്കിൽ ആ ഹോട്ടൽ നിങ്ങളുടേതായനെ. അല്ല, ആ ഹോട്ടൽ നിങ്ങളുടേതാണോ? നീ വൈകിയില്ലേ? എന്തിന്? സ്കൂളിൽ പോകാൻ. കൊറിയയിലിപ്പോ സമയം എന്തായി? രാവിലെ 10 മണിയായി. എന്റെ ദൈവമേ, ഇന്ന് തന്നെ ആ ടീച്ചർ കൊല്ലും. ഞാൻ ഇവിടെ നിന്നോട്ടെ. അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇതാ. അങ്ങനെ രണ്ടുപേരും കൂടി മറ്റൊരു ഗേറ്റ് വഴി നേരെ കൊറിയയിലേക്ക് വരുന്നു. വേറൊരു രാജ്യത്ത് പോകാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേയില്ല. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പോട്ടെ, ബൈ. അതും പറഞ്ഞ് അവൾ നേരെ സ്കൂളിലേക്ക് ഓടി പോകുന്നു. ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ടീച്ചറിന്റെ കയ്യിൽ നിന്ന് നല്ല വഴക്ക് കിട്ടുന്നുണ്ട്. നീ ഹൈസ്കൂൾ സീനിയർ അല്ലേ? 3ാമത്തെ പീരീഡിലാണ് കയറി വരുന്നേ? അതോ നീ ചോറ് തിന്നാനാണ് സ്കൂളിൽ വരുന്നേ? നിനക്ക് ഫീസ് അടയ്ക്കാൻ പോലും പറ്റില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ടീച്ചർ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. സ്കൂൾ വിട്ടതും ഇതെല്ലാം ഓർത്ത് അവളാകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അവളുടെ ആലോചന മുഴുവനും ഗോബ്ലിനെ കുറിച്ചായിരുന്നു. യൂൻതക്കിന്റെ മനസ്സിൽ ശരിക്കും ഗോബ്ലിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് നമ്മുടെ ഗ്രീൻ റിപ്പറെയാണ്. നീ ബിസിയാണോ? ആ, ബിസിയാ. എങ്കിൽ എന്റെ കൂടെ വാ. ആവശ്യമില്ലാത്ത കാര്യം വല്ലതാണെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അത് തന്നെയാണ് ഞാനും നോക്കുന്നത്. എനിക്ക് മരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ നമ്മുടെ ഗ്ലോബിൻ പഴയതുപോലെ തന്നെ ഒരു ഡോർ തുറന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നു. കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഗ്രീൻ റിപ്പറും അതേ കഥക് തന്നെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷെ ആളെത്തിയത് വീടിന് വെളിയിലാണെന്ന് മാത്രം. ഗോബ്ലിൻ ആണെങ്കിൽ അവൻ വരുന്നെന്ന് കാത്തവിടെ നിൽക്കുവാണ്. ആളെ കാണാത്തത് കൊണ്ട് തന്നെ അവൻ പഴയതുപോലെ തന്നെ തിരികെ വരുന്നു. നീ എന്താ അവിടുന്ന് വരുന്നത്? വിചിത്രമായിരിക്കുന്നല്ലേ? ഒരു ഗ്രിം റിപ്പർക്ക് പോലും പറ്റാത്തത് അവൾ ചെയ്തു. ആരെന്ത് ചെയ്തെന്നാ? അടുത്തേക്ക് വാ, ഒന്നുകൂടി ചെയ്യ്. അയ്യേ, എന്തോന്നത്? നീ എങ്ങോട്ടായി പോണേ? എനിക്കത് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. പോയെ. എന്താ എനിക്ക് ചെയ്യാൻ പറ്റാത്തത്? ആൾക്കതറിയാതെ ഒരു സമാധാനവും ഇല്ല. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് യൂൻതാക്കിനെയാണ്. അവൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡോർ തുറന്ന് കാനഡയിലേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പാളിപ്പോയി. ദേ, നമ്മുടെ ആ പഴയ അമ്മൂമ്മ. എവിടുത്തെ കാര്യാ? ഞാനിവിടെ അടുത്താ താമസം. നല്ല കാര്യം. ഇത് പിടിച്ചേ. ഇത് ചീരയാണല്ലോ. എനിക്കൊരു ചെറുക്കം തന്നതാ. വീട്ടിൽ പോയി എല്ലാവരും കൂടി കഴിക്ക്, ഓക്കെ? അതും പറഞ്ഞ് അവരവിടുന്ന് പോകുന്നു. അങ്ങനെ യൂൻതാക്ക് ആ ചീരയുമായിട്ട് വീട്ടിലേക്ക് എത്തുന്നു. നീ എവിടെ പോയി കിടക്കുവായിരുന്നടി? വേഗം വല്ലതും ഉണ്ടാക്കടി. എല്ലാരും നിന്നെ കാത്തിരിക്കുക. അവൾ ആ ചീര കൊണ്ട് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നു. അന്നേരമാണ് അവരുടെ മോൾക്ക് യൂൻതാക്കിന്റെ ബാഗിൽ നിന്നും കാനഡയിലുള്ള ഒരു ബുക്ക് കിട്ടുന്നത്. അമ്മ, ഇതൊന്ന് നോക്കേ. ഇവൾ കാനഡയിലേക്ക് ഓടിപ്പോകാൻ നോക്കുവാന്നാ തോന്നേ. ഇൻഷുറൻസിന്റെ കാശ് കൊണ്ട് വിദേശത്ത് പോകാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? പാസ്ബുക്ക് ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇതാണോ ഞാൻ നിന്നോട് കാണിച്ച ദയക്കുള്ള പ്രതിഫലം? പറയടി നന്ദി ഇല്ലാത്തവളെ. ഇതിനിടയിൽ ആ പെണ്ണ് ചെന്ന് യൂൻതാക്ക് ഉണ്ടാക്കി വെച്ച് ഫുഡ് കട്ട് ചെയ്യാൻ നേരം അവളുടെ കൈ മുറിയുന്നു. ചോറ് കണ്ടതും അത് അവിടെ കിടന്ന് മോങ്ങാൻ തുടങ്ങി. മറ്റവനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ നേരം അത് തൊണ്ടയിൽ കുടുങ്ങുകയും ചെയ്തു. അമ്മമ്മ ശരിക്കും രണ്ടെണ്ണത്തിന് കൂടി നല്ല പണി കൊടുത്ത പോലുണ്ട്. ഈ തക്കം നോക്കി യൂൻതാക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നു. അവൾ നേരെ വരുന്നത് ദേ ഇങ്ങോട്ടേക്കാണ്. അവളാണെങ്കിൽ ഈ കാര്യമെല്ലാം ഓർത്താകെ സങ്കടപ്പെട്ടിരിക്കുവാണ്. അതേസമയം ഇവിടെ ഗോബ്ലിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നതേ ഇല്ല. അവന്റെ ആലോചന മുഴുവനും യൂൻതാക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞതിനെ പറ്റിയാണ്. അവളത് കാര്യമായിട്ട് പറഞ്ഞതാണെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. അതെന്തായാലും ഇപ്പോൾ തന്നെ പോയി ചോദിച്ചേക്കാം. അതും പറഞ്ഞ് അവൻ യൂൻതാക്കിനെ കാണാനായിട്ട് ഓടുന്നു. അതേസമയം അവളാണെങ്കിൽ തന്റെ ആന്റിയെ പേടിച്ച് വീട്ടിൽ പോകാതെ ആ റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. ദേ നിൽക്കുന്നു നമ്മുടെ ഗോബ്ലിൻ. നീ എന്തിനാ എന്നെ ഈ രാത്രി വിളിച്ചു വരുത്തിയേ? ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, നിനക്കറിയോ? ഞാൻ വിളിച്ചില്ലല്ലോ. നീ വിളിച്ചു. ഇല്ലെന്നേ. നീ എന്നെ പറ്റി ആലോചിച്ചോ? എന്നെ പറ്റി ആലോചിച്ചില്ലേ? നീ എന്തിനാ എന്നെ പറ്റി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നേ? തിരക്കുള്ളപ്പോഴും എനിക്ക് ഇങ്ങനെ വിളി വന്നോണ്ടേ ഇരിക്കുവാണ്. ഞാൻ നിങ്ങളെ പറ്റി ആലോചിച്ചാൽ നിങ്ങൾക്ക് വിളി വരുമോ? അതെനിക്കറിയില്ല. ആ, സോറി. നീ ശരിക്കും എന്താ എന്നെ പറ്റി ആലോചിച്ചേ? ഞാൻ കാനഡയെ പറ്റി ആലോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ പറ്റി ആലോചിച്ചു. വില കൂടിയ ഡ്രസ്സാണ് ഇടുന്നത്, അതിലും വില കൂടിയ വാച്ചാണ് ഇട്ടേക്കുന്നത്. സ്വന്തമായിട്ട് ഒരു വലിയ ഹോട്ടലും പിന്നെ ഒരുപാട് സാധനങ്ങളുമുണ്ട്. പക്ഷേ കാണാൻ എന്താ ഒരു സങ്കടം. ഞാൻ അങ്ങനെ ഓരോന്ന് ചിന്തിക്കുമായിരുന്നു. നീ ഈ പാതിരാത്രി എന്താ ഈ റോഡിൽ ചെയ്യുന്നേ? ഞാൻ എന്റെ ആന്റിയുടെ കുടുംബം ഉറങ്ങാൻ കാത്തിരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും അവരറിയില്ല. അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോകും. അവരെണീക്കുന്നതിന് മുന്നേ തിരികെ വരും. അപ്പോ നീ അവർ ഉറങ്ങുന്നത് വരെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പോവാണോ? അങ്ങനെ അവൾക്കൊരു കൂട്ടായിട്ട് ഗോബ്ലിനെ കൂടെ നടക്കാൻ തുടങ്ങി. ഇതെല്ലാം അവളുടെ ക്ലാസ്സിലുള്ള മറ്റൊരു കുട്ടി കാണുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു പാര. ഞാനിപ്പോൾ യൂൻതക്കിനെ ഒരാളോടൊപ്പം കണ്ടു. അയാൾക്കൊരു 30 വയസ്സെങ്കിലും ഉണ്ടാകും. എല്ലാ കൂട്ടുകാരോടും അത് പറഞ്ഞ ശേഷം അവരെ കാണിക്കാനായിട്ട് അവൾ ഒരു ഫോട്ടോയും കൂടി എടുക്കാൻ നോക്കുവാണ്. എന്നാൽ അത് ഗോബ്ലിനാണെന്നുണ്ട് അവളൊട്ടും അറിയുന്നു. അങ്ങനെ പിറ്റേന്ന് ജോലി തേടി യൂൻതക്ക് ഒരു കടയിലേക്ക് വരുന്നു. ദേ, ഇവളാണ് കടയുടെ ഓണർ. സണ്ണി എന്നാണ് പേര്. ഇവൾ ഈ സീരീസിലെ 2ാമത്തെ ഹീറോയിനാണ്. വെൽക്കം. പാർട്ട് ടൈം ആൾക്കാരെ എടുക്കുന്നെന്ന് കണ്ടു. ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അതെ, ഇത്ര ഭംഗിയുള്ള ആളെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കസ്റ്റമർ ആണെന്ന്. ഞാനൊരു കസ്റ്റമറെ കണ്ടിട്ട് കുറെ നാളായി. എനിക്ക്
9 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛനെയും അമ്മയും നഷ്ടമായി. ബന്ധുക്കളായിട്ട് ആരുമില്ല. എനിക്കിനി പോകാൻ വേറെ ഒരു ഇടവും ഇല്ല. വേറെ വല്ല പരിപാടിയുണ്ടോ? ഇല്ല. എങ്കിൽ ഇന്നാണ് നിന്റെ ആദ്യത്തെ ദിവസം. ശരിക്കും ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും ഞാൻ നന്നായിട്ട് തന്നെ പണിയെടുക്കും. ശരി, നടക്കട്ടെ. അങ്ങനെ ആൾക്ക് പുതിയ നെയിം കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ആകെ എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവൾ തീ ഊതിക്കെടുത്തി നമ്മുടെ ഗോബ്ലിനെ വിളിച്ചു വരുത്തുന്നു. പാവം ഫുഡ് കഴിക്കുവായിരുന്നാ തോന്നേ. വില കൂടിയ സ്റ്റീക്കാണല്ലോ കഴിക്കുന്നത്. എന്നാൽ എനിക്കൊരു 5 മില്യൺ വോൺ തരാൻ പറ്റില്ലല്ലോ. പരസ്പരം കാണാൻ വേണ്ടി ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റി എന്താ നിന്റെ അഭിപ്രായം? ഇതല്ലേ നല്ലത്? എന്നാൽ എനിക്ക് അത്ര നല്ലതല്ല. ഐ ലവ് യു. പാവം നമ്മുടെ ഗോബ്ലിന്റെ ഒരു ഗതികേടെ. അങ്ങനെ നമ്മുടെ ഗ്രിം റിപ്പർ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഈ ഡ്രസ്സ് കൊള്ളാവോ? അതിന് നീ ഇത് മാറ്റിയോ? ഈ ബുക്ക് എങ്ങനെയുണ്ട്? ഈ ഡ്രസ്സിന് മാച്ചാണോ? അവൾ എന്നെ വിളിച്ചോണ്ടിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും നല്ല സ്മാർട്ടും പെർഫെക്റ്റുമായിട്ട് വേണം ചെല്ലാൻ. കൊള്ളാം, പൊളിച്ചിട്ടുണ്ട്, കിടു. അപ്പോ അലമ്പായിരിക്കും. ഇതിലേതാ നല്ലത്? പോടാ. നീ ഇങ്ങനെയാണ് ഉറങ്ങാറ്? എനിക്ക് ഇങ്ങനെ ഉറങ്ങുന്നതാ സുഖം. നിന്റെ മുറി മോർച്ചറി പോലുണ്ട്. പൂവെല്ലാം കൊണ്ടുവരണോ? ഞാനൊന്ന് ഉറങ്ങിക്കോട്ടടാ പ്ലീസ്. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഗോബ്ലിൻ കാപ്പിയെല്ലാം കുടിച്ച് നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണ്. അന്നേരമാണ് നമ്മുടെ ഗ്രിം റീപ്പർ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തെടുക്കുവാ? ഉണങ്ങിയ തുണി പറക്കാൻ വന്നതാ. ഗോബ്ലിന്റെ അണ്ടർവയർ ശക്തിയുള്ളതാ, ഈടുള്ളതാ, ശക്തിയുള്ളതാ. നിർത്തടാ. ഗോബ്ലിന്റെ അണ്ടർവയർ അഴുക്കുള്ളതാ, നാറ്റമുള്ളതാ, അഴുക്കുള്ളതാ. നിന്നോട് നിർത്താനാ പറഞ്ഞത്. എന്നാലും അവരെന്തിനായിരിക്കും ഗോബ്ലിന്റെ അണ്ടർവയറിനെ പറ്റി പാട്ടുണ്ടാക്കിയത്? നീ വല്ല വേണ്ടാതീനവും കാണിച്ചോ? നിന്നോട് നിർത്താനല്ലേടാ പറഞ്ഞത്. ഗോബ്ലിന് ദേഷ്യം വന്നതും സിയോളെ മൊത്തം ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. അവനാണെങ്കിൽ ആരോ ചത്ത പോലെ നല്ല സങ്കടത്തോടെ കട്ടിൽ കയറി കിടക്കുവാണ്. അല്ലെങ്കിലേ ഇതെന്താ ചുരുണ്ടുകൂടി കിടക്കുന്നേ? സംഭവിച്ചതെല്ലാം നിന്നോട് പറയുന്നതിന് മുന്നേ നീ അറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിന്റെ കുടുംബത്തിന്റെ രഹസ്യത്തെ പറ്റിയും എന്റെ ദുരന്ത വിധിയെ പറ്റിയുമാണ്. കേട്ടിട്ട് ഞെട്ടുകയൊന്നും ചെയ്യരുത്. ശരിക്കും ഞാൻ ഗോബ്ലിൻ അല്ലേ? നിനക്കത് എപ്പോൾ മുതൽ അറിയാം? 8 വയസ്സുള്ളപ്പോൾ മുതൽ അറിയായിരുന്നു. അങ്കിൾ കുടിച്ച് പൂസാവുമ്പോഴൊക്കെ സ്വർണം ഉണ്ടാക്കി എന്നെ കാണിക്കുമായിരുന്നു. ഇത് ഞാൻ എടുത്തോട്ടെ? പറ്റില്ലല്ലോ. ഇത് കണ്ടില്ലേ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാ. പിന്നെ എങ്ങനെ കാണാതിരിക്കുന്നേ? അപ്പോ 6 വയസ്സ് മുതൽ ഞാൻ ഗോബ്ലിനാണെന്ന് നിനക്ക് അറിയാമല്ലേ? ആ, എന്നിട്ടും നീ 6 വയസ്സ് തൊട്ട് എന്നോട് മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലേ? ആ, അത് കേട്ട് അവിടെ മൊത്തം ഒന്നുകൂടി ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങി. മിക്കവാറും കൊറിയ മുഴുവനും വെള്ളപ്പൊക്കത്തിലാവുമെന്നാ തോന്നുന്നേ. അമ്മാതിരി മഴയാണ് പെയ്യുന്നത്. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് സണ്ണി ഒരു ജോത്സ്യത്തെ കാണാൻ വരുന്നതാണ്. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? അത് ഊഹിക്കേണ്ടത് നിങ്ങളല്ലേ? ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അല്ലേ? എല്ലാം ശരിയായി പോയിക്കൊണ്ടിരുന്നാൽ ഞാൻ ഇങ്ങോട്ട് വരില്ലല്ലോ. കാശ് എണ്ണിക്കൊണ്ടിരുന്നേനെ. അത് കേട്ടത് പുള്ളിക്കാരിക്ക് നല്ല ദേഷ്യം വരുന്നു. അയ്യോ, നിങ്ങൾക്ക് ഭർത്താവും കുട്ടികളുമായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. ഇനി എന്താ ചെയ്യാ? നിങ്ങൾ ജനിച്ചത് തനിച്ചാവാനുള്ള വിധിയുമായാണ്. ഒരു ബന്ധു പോലും ഇല്ലാതെ ഒറ്റയ്ക്കാണ് നിങ്ങൾ. അതെങ്ങനെ അറിയാം? ഞാനൊരു ചെക്കനെ കാണുന്നുണ്ട്. തൊപ്പി വെച്ചൊരാളെ സൂക്ഷിച്ചോ. നല്ല കറുത്ത തൊപ്പി. അടുത്ത ഷോട്ടിൽ നമ്മുടെ ഗ്രിം റിപ്പറെയാണ് കാണിക്കുന്നത്. എങ്ങോട്ടാണാവോ? ഡ്രൈ ക്ലീനിങ്ങിന്. ഇത് ഡ്രൈ ക്ലീൻ ഉള്ളി തൊപ്പിയാണ്. എന്തായാലും ഈ തൊപ്പി വെക്കുന്നത് നല്ലൊരു ഐഡിയയാ. മരിച്ചവരെ കൊണ്ടുപോകുമ്പോൾ നിന്നെ കാണാൻ വിറ്റായിരിക്കും. ഇത് വെച്ചാലേ മരിച്ചവർക്കെന്നെ തിരിച്ചറിയാൻ പറ്റൂ. ഇത് മനുഷ്യരിൽ നിന്ന് തന്നെ മറയ്ക്കുന്നു. ശരി, സൂക്ഷിച്ചു പോണേ. ഗോബ്ലിൻ ആണെങ്കിൽ കയ്യിൽ നല്ലൊരു ബുക്കെല്ലാം പിടിച്ചുകൊണ്ട് യൂൺതാക്ക് വിളിക്കുന്നതും കാത്തിരിക്കുവാണ്. അവളുടെ മുന്നിൽ കുറച്ച് ജാട കാണിക്കണ്ടേ? അതിനാണ്. അവൻ എന്തായി ചെയ്യുന്നതെന്ന് അവന് പോലും ഒരു പിടുത്തമില്ല. അതേസമയം അവളാണെങ്കിൽ കാനഡയിൽ വെച്ച് അവൾക്ക് കിട്ടിയ അയൽ അവൾ ഫ്രെയിം ചെയ്തെടുക്കുവാണ്. ശേഷം പഴയതുപോലെ തന്നെ നമ്മുടെ ഗോബ്ലിനെ വിളിച്ചു വരുത്താനായിട്ട് തീ ഊതി കെടുത്തുന്നു. എന്നാൽ ഗോബ്ലിന് പകരം അവൾക്ക് മുന്നിലേക്ക് വന്നത് ഗ്രിം റിപ്പർ ആയിരുന്നു. അയ്യോ, ഞാൻ എന്റെ സ്കാർഫ് മറന്നല്ലോ. ഞാൻ കരുതിയതുപോലെ തന്നെ നിനക്കെന്നെ കാണാം. 10 വർഷം മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ നീ ഇപ്പോഴും പറയുന്നു. ഇവിടെ ഇപ്പോൾ നിന്നെ സംരക്ഷിക്കാൻ ആരുമില്ല. ഞാൻ 10 കൊല്ലമായിട്ട് നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവസാനം കണ്ടെത്തി. എന്റെ പേര് ലിസ്റ്റിലില്ലല്ലോ. നീ പിടികിട്ടാത്ത ആത്മാക്കളുടെ ലിസ്റ്റിലുണ്ട്. എനിക്ക് 19 വയസ്സല്ലേ ഉള്ളൂ. 9 വയസ്സിലും മരിക്കും, 10 വയസ്സിലും മരിക്കും. അതാണ് മരണം. പക്ഷേ ഇത്തവണ നിന്റെ കൂടെ ആരാണുള്ളത്? ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ ഗോബ്ലിന് നിൽപ്പുണ്ടായിരുന്നു. കണ്ണടയ്ക്ക്. അയാളുടെ കണ്ണിലേക്ക് നോക്കല്ലേ. അയാൾ ഗ്രിം റിപ്പറാ. 2 പേരും ഒരു വീട്ടിലാണ് താമസമെന്ന് അവളുണ്ടോ അറിയുന്നു? സാരമില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പണിയിലായിരിക്കും അല്ലേ? ഞാൻ പണിയിലാണ്. പക്ഷെ നീ എന്താ ചെയ്യുന്നേ? ഞാനൊരു മനുഷ്യന്റെ ജീവിതത്തിലും മരണത്തിലും ഇടപെടുകയാണ്. എങ്കിൽ നീ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. ഈ പെൺകുട്ടി 19 വർഷം മുന്നേ മരിക്കേണ്ടതായിരുന്നു. പെട്ടെന്ന് അവിടെ നല്ല രീതിയിൽ ഇടിമിന്നലും ഉണ്ടാകാൻ തുടങ്ങി. കാരണം അത് ഗോബ്ലിന്റെ ദേഷ്യമായിരുന്നു. നമുക്ക് ഓടിപ്പോയാലോ? എനിക്കൊരു വഴി അറിയാം. പേടിക്കണ്ട, അവന് നിന്നെ കൊണ്ടുപോകാനാകില്ല. ഇനിയൊരു 100 വർഷമായാലും അവന് നിന്നെ കിട്ടില്ല. ഒരു ഗ്രിം റിപ്പർക്കും ഗോബ്ലിന്റെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കൊണ്ടുപോകാനാകില്ല. പ്രത്യേകിച്ച് ഗോബ്ലിൻ കണ്ടു നിൽക്കേ. ഓ, അപ്പൊ ഇവളാണോ ഗോബ്ലിന്റെ വധു? അതെ, ഞാൻ തന്നെ. ഞാനാണ് ഇവിടെ മോശക്കാരനെന്ന് തോന്നുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. അതും പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. കണ്ടിട്ട് കുറെ പറയാനുള്ള പോലെ ഉണ്ടല്ലോ. കണ്ടോ, നിങ്ങൾ ഗോബ്ലിനാണ്. എനിക്ക് അറിയായിരുന്നു. പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നിന്നെ വീണ്ടും കാണുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് ആ വാതിൽ കടക്കാനാകുമെന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറെ തവണ ചോദിച്ചില്ലേ? എനിക്കത് തിരുത്താൻ തോന്നിയില്ല. നീ ഒരിക്കലും ഗോബ്ലിന്റെ വധുവാകാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ ഞാൻ ആരാ? ഒരു ഗോബ്ലിന്റെ കാര്യവും പറഞ്ഞ് എന്നും പ്രേതങ്ങൾ എന്റെ അടുത്ത് വരും. ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവരെന്നെ ഉപദ്രവിക്കും. മിണ്ടിയാൽ എന്റെ കൂടെ പോരും. ഗ്രിം റിപ്പർ പറയുന്നു ഞാൻ ജീവനോടെ ഇരിക്കാനേ പാടില്ലെന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്താ? ഞാൻ പറഞ്ഞല്ലോ നിന്റെ കൂടെ പിറന്ന
ഭാരമാണത്. നിന്റെ പ്രശ്നങ്ങൾക്ക് നീ എന്റെ അടുത്ത് വരേണ്ടതില്ല. ദുഷ്ടൻ, നിങ്ങളൊരു ദുഷ്ടനാ. ഞാൻ 900 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മേൽ ഒരു സാധനം കാണാൻ പറ്റുന്ന ആളെയാണ് നോക്കുന്നത്. അത് കാണാത്തത് കൊണ്ട് മാത്രമാണ് നീ ഗോബ്ലിന്റെ വധുവല്ലാത്തത്. ഇതാണ് ഒറ്റ കാരണം. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാത്തത്. ഇനി വെറുതെ പ്രതീക്ഷിച്ച് എന്നെ വിളിക്കരുത്. ഞാൻ ഉടനെ തന്നെ ഇവിടുന്ന് പോകും. ശരി, ഞാൻ ഇനി നിങ്ങളെ വിളിക്കില്ല. എവിടാണെന്ന് വെച്ചാ പോയിക്കോ. എനിക്ക് നിങ്ങളെ വേണമെന്നില്ല. അതും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. അങ്ങനെ അവൻ തിരികെ വീട്ടിലേക്ക് വരുന്നു. ഗ്രിം റീപ്പറും അവനെ കാത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നീ ചാവാൻ തീരുമാനിച്ചോ? വധുവിനെ കണ്ടെത്തിയാലാണ് നീ മരിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇല്ല. അവൾക്ക് ആ വാള് കാണാൻ പറ്റില്ല. നീ അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്ക്. ചിലപ്പോ നീ തുണിയൂരി കഴിഞ്ഞാൽ അവൾക്ക് കാണാൻ പറ്റുമായിരിക്കും. നീ ഇനി മേലാൽ അവളുടെ അടുത്ത് പോകാൻ പാടില്ല. എന്റെ ജോലിയിൽ ഇടപെടുന്ന ഗോബ്ലിന്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതിനുള്ള എളുപ്പ വഴി നീ ഇവിടുന്ന് താമസം മാറുന്നതായിരിക്കും. രണ്ടു കൂടി ഒരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് യൂൻതാക്കിനെയാണ്. ആളിപ്പോ ഒരു ബുക്ക് സ്റ്റാളിൽ ഇരിക്കുവാണ്. അവിടെ വന്ന് സകല ബുക്കുകളും എടുത്ത് നമ്മുടെ ഗോബ്ലിനെ പറ്റി നോക്കുകയാണ്. അന്നേരമാണ് ആൾക്ക് ഇന്നലെ നടന്ന വഴക്കിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അത് ഓർത്തതും അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. ഞാൻ ഗോബ്ലിന്റെ വധുവാകാൻ പോകുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അതും പറഞ്ഞ് അവൾ അതെടുത്ത് ഒരു ബുക്കിലേക്ക് വെക്കുന്നു. ശേഷം ആ ബുക്ക് തിരികെ അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു. അവൾ പോയതും ആ ബുക്ക് ആരോ എടുക്കുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ നമ്മുടെ ഗോബ്ലിനാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുവാണ്. അന്നേരമാണ് അവിടുന്ന് ഒരു പുക ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്. അത് കണ്ട് യൂൻതാക്ക് തന്നെ വിളിക്കുകയാണെന്ന് കരുതി അവൻ ആകെ എക്സൈറ്റഡ് ആകുന്നു. പക്ഷെ ഒന്നും പറ്റുന്നില്ലല്ലോ. അത് നമ്മുടെ ദോക്കിയായിരുന്നു കേട്ടോ. ആൾ ഒളിഞ്ഞിരുന്ന് സിഗരറ്റ് വലിക്കുകയായിരുന്നു. ഡാ, നീ അങ്കിൾ വന്നോ? അങ്കിള് പണ്ട് പുക വലിക്കാറില്ലായിരുന്നോ? ഡാ, അത് 350 വർഷം മുന്നെയാ. അമ്പോ സോറി. ഇപ്പോഴാണെങ്കിൽ വീട് മൊത്തം പുകയാണ്. പുകയല്ല, ശരിക്കും പറഞ്ഞാൽ മേഘങ്ങൾ. 3 മണിക്കൂറായി ഇത് തുടങ്ങിയിട്ട്. വാടാക്കാരൻ അങ്കിള് മോശമല്ലല്ലോ. അത് നമ്മുടെ ഗോബ്ലിന്റെ പണിയായിരുന്നു കേട്ടോ. ഇത് മേഘങ്ങളാണോ? അത് ചോദിക്കാനാ ഓടി വന്നത്. അങ്കിളെ, മഴ പെയ്ക്കല്ലേ. ഇത് ആര് വൃത്തിയാക്കും? ഇതൊരു പെണ്ണിന്റെ വിഷയമാ. 300 വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു പെണ്ണിനോട് സംസാരിച്ച് അവളെ വിഷമിപ്പിച്ച ഒരാളുടെ മുഖമാണിത്. ഞാനോ? എന്ത്? എങ്ങനെ? ഞാൻ ഒന്നും ചെയ്തില്ല. നീ ബ്രേക്കപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, അതല്ലേ കാര്യം? എന്റെ പള്ളി അങ്കിളുടെ ഗേൾഫ്രണ്ടോ? ഡോ ഗ്രിം റിപ്പറെ, ചെക്കന്റെ മുന്നിൽ നിന്ന് നോക്കി കണ്ട് സംസാരിക്ക്. ഭാവി കാണാനുള്ള ഗ്രിം റിപ്പറിന്റെ കഴിവിനെ നീ വില കുറച്ച് കാണരുത്. ഇതെല്ലാം കേട്ട് ദൊക്കയ്ക്ക് എന്തോ മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഡ്യൂട്ടിക്കായിട്ട് നമ്മുടെ ഗ്രിം റിപ്പർ പോവുകയാണ്. എവിടെ പോവാ? ഡ്രൈ ക്ലീനിങ്ങിന്. ഇത് ഡ്രൈ ക്ലീൻ ഉള്ളി തൊപ്പിയാണ്. ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. അതേസമയം നമ്മുടെ ഗോബ്ലിൻ ഊൻതാക്കിനെ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ദേ ഇറങ്ങി വരുന്ന ഗ്രിം റിപ്പർ. നീ എന്താ ഇവിടെ? ഇതാണോ നിന്റെ ഡ്രൈ ക്ലീനിങ്? അവൾ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ലേ? നീ അവളെ കൊന്നോ? അതൊക്കെ കുറച്ച് കൂടുതലല്ലേ. ആ കുട്ടി എവിടെ? നീ അവളെ കൊന്നില്ലേ? നീ അവളോട് താമസം മാറാൻ പറഞ്ഞു. മാറാൻ പറയാൻ വന്നതായിരുന്നു, പക്ഷെ അവൾ പോയി കളഞ്ഞു. അതും പറഞ്ഞ് ഗോബ്ലിൻ എവിടുന്ന് പോകുന്നു. അപ്പൊ അവൾ എവിടെ പോയി? അവൾ ദേ ഈ ചിക്കൻ റെസ്റ്റോറന്റിലുണ്ട്. ആന്റിയെയും മക്കളെയും പേടിച്ച് ഇപ്പോൾ ഇവിടാണ് കിടത്ത. അവൾക്കാണെങ്കിൽ എത്ര കിടന്നിട്ട് മുറക്കം വരുന്നത് ഇല്ല. അന്നേരമാണ് ഗോബ്ലിനെ കണ്ട് ഒരു പ്രേതം പേടിച്ചോടി പോയില്ലേ, അവരെ പറ്റി ഓർമ്മ വരുന്നത്. അപ്പോ തന്നെ അവൾ ആ പ്രേതത്തിന് തപ്പി പോകുന്നു. ഡേ പെണ്ണെ, നിനക്കെന്നെ കാണാവോ? ആ കാണാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ കാര്യം? നീ എന്നെ ഗോബ്ലിന്റെ വധു എന്ന് വിളിച്ചില്ലേ? എന്തിനാ അങ്ങനെ വിളിച്ചേ? അതോ? അതൊരു അമ്മൂമ്മ പറയുന്നത് കേട്ടതാ. അങ്ങനെ അവൾ നേരെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുന്നു. അതും ഒരു പ്രേതമാ കേട്ടോ. അത് മാത്രമല്ല, ഈ 4 എണ്ണവും പ്രേതങ്ങളാ. നിന്റെ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവൾ നിലത്ത് കിടന്ന് ശ്വാസം എടുക്കാൻ നോക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ജീവൻ വന്നു. മഞ്ഞുകാലത്തിന്റെ സമയമായിരുന്നിട്ട് കൂടി എല്ലായിടത്തും ചെറിപ്പൂക്കൾ വിരിഞ്ഞു. അപ്പോ ഗോബ്ലിനാണോ എന്റെ അമ്മയെ രക്ഷിച്ചത്? അന്നേ നിങ്ങൾ രണ്ടുപേരും അന്ന് രാത്രി മരിക്കേണ്ടതായിരുന്നു. അപ്പോ അയാൾ സ്വന്തം വധുവിന്റെ ജീവൻ തന്നെ രക്ഷിച്ചതല്ലേ? അപ്പോ അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ വെറുക്കാൻ ഒരു അവകാശവും ഇല്ലായിരുന്നു. ഗോബ്ലിന് വേണ്ടി അല്ലായിരുന്നെങ്കിൽ ഞാനത് ജനിക്കത്തേ ഇല്ലായിരുന്നു. നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? നീ കലിപ്പില? ഞാൻ എന്ത് ചെയ്യും? അവനെ കല്യാണം കഴിക്കുകയല്ലാതെ നീ പിന്നെ എന്ത് ചെയ്യാനാ? അവളെ പ്രേതങ്ങളോടിരുന്ന് സംസാരിക്കുന്നതെല്ലാം അവിടെ നിന്ന് നമ്മുടെ ഗ്ലോബിനെ കാണുന്നുണ്ടായിരുന്നു. അടുത്ത ഷോട്ടിൽ കാണിക്കുന്നത് യൂൻതാക്കിന്റെ ആന്റി അവളെയും അന്വേഷിച്ചുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് വരുന്നതാണ്. അവിടെ വന്ന് നമ്മുടെ സണ്ണിയുടെ സൗന്ദര്യം കണ്ടതും അവരൊന്ന് ഞെട്ടിപ്പോകുന്നു. ആൾ അത്രയ്ക്ക് സുന്ദരിയാണല്ലോ. നിങ്ങളാണ് ഓണർ? ഞാൻ യൂൻതാക്കിന്റെ ആന്റിയാ. നിങ്ങൾക്ക് എന്റെ മരുമോളെ ഇങ്ങനൊരു സ്ഥലത്ത് പണിക്ക് നിർത്താനുള്ള അവകാശം ആര് തന്നു? ഏകാന്തം എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് അവൾ. നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അല്ല യൂൻതാക്കിന്റെ ആന്റി, അവളിപ്പോൾ സ്കൂളിലല്ലേ ഉണ്ടാവുക? നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ സ്കൂളിലേക്ക് കുറെ തവണ വിളിച്ചായിരുന്നു. അവസാന മാർഗം ഇതാണ്, നിങ്ങളൊന്ന് സഹായിക്കണം. അത് കേട്ടതും അവൾ പോയി ഫോൺ എടുത്ത് ആരോട് സംസാരിക്കാൻ തുടങ്ങി. ആ ചേട്ടാ, എങ്ങനെയുണ്ട്? ഇവിടെയുള്ള ചേച്ചിയുടെ വിചാരം ഞാൻ സുന്ദരിയായതുകൊണ്ട് പാവമാണെന്നാണ്. ചേട്ടൻ ഇപ്പോഴും ആളുകളെ തല്ലാറുണ്ടോ? പെണ്ണുങ്ങളെ അടിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. എന്താ ഇങ്ങോട്ട് വരുന്നെന്നോ? അത് കേട്ടതും തല്ല് കെട്ടുമെന്ന് കരുതി അവളുടെ ആന്റി അവിടുന്ന് പേടിച്ചിറങ്ങിയ ഒറ്റ ഓട്ടം. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ദേ 2 പേര് അവരെ അന്വേഷിച്ചു വരുന്നു. ഞാൻ ദേ നിങ്ങളെ വിളിക്കാൻ പോകുമായിരുന്നു. കടം വാങ്ങുന്നവർക്ക് കടം കൊടുക്കുന്നവരെക്കാൾ ടെൻഷൻ കുറവായിരിക്കും. പാസ്ബുക്ക് കിട്ടിയാലുടൻ ഞാൻ കാശ് തിരിച്ചടയ്ക്കാം. ആ പിശാശ് വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഞാനാകെ പെട്ടിരിക്കുക. ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് കാരണം ഞാനാണ് ആകെ പെട്ടിരിക്കുന്നത്. ഞാൻ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്.
നമുക്ക് ആരുമില്ലാത്തടത്തേക്ക് പോയാലോ? നിങ്ങൾ ആ ഇൻഷുറൻസിന്റെ കാര്യം പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. നിങ്ങൾക്കറിയാമോ ആ ഇൻഷുറൻസിന്റെ കാശ് 150 മില്യൺ വോൺ ഉണ്ട്. പക്ഷെ പാസ്ബുക്ക് കാണാതാവുന്നു. പുതിയതൊരെണ്ണം ഒപ്പിച്ചാലും അതും കാണാതാവുന്നു. അതാ ജന്തുവിന്റെ കയ്യിലുണ്ട്. അവൾ ഏത് സ്കൂളിലാണെന്ന് പറഞ്ഞേ? അങ്ങനെ നമ്മുടെ യൂൺതാക്ക് സ്കൂൾ കഴിഞ്ഞ് വരുന്നതും ഇവന്മാർ രണ്ടും കൂടി അവളുടെ മുന്നിലേക്ക് വരുന്നു. ശേഷം അവളെയും പിടിച്ചുകൊണ്ട് കാറിൽ കയറി അവിടുന്ന് പോകുന്നു. അതേസമയം പഴയതുപോലെ ഇവിടെ രണ്ടെണ്ണം കൂടി ഇരുന്ന് ഫുഡ് അടിക്കുവാണ്. ഈ സ്ഥലം 20 വർഷത്തേക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടി? സംസ്കാര ചടങ്ങുകളിൽ ആളുകൾ ടേബിളിൽ കാശ് വെക്കുന്നത് മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രയുടെ ചെലവിനാണ്. ഞാൻ 300 വർഷത്തെ കാശ് കൂട്ടിവെച്ചു. എനിക്ക് ഈ വീട് വിട്ടുതരാൻ പറ്റാത്തത് എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? എനിക്ക് ഇഷ്ടം പോലെ സ്വർണവും പണവും ഉണ്ട്. എന്താ കുരുമുളക് വേണോ? നീ എന്നാ ഇതൊക്കെ പഠിക്കുക? ആ പ്ലേറ്റ് ലൂയി 14-ാമന്റെ കാലത്ത് നിന്നുള്ളതായിരുന്നു. അങ്ങനെ രണ്ടും കൂടി അടി തുടങ്ങി. ഫോർക്ക് താഴെ ഇടടാ, നീ ആദ്യം കത്തി താഴെ ഇടടാ. ഇതെന്തായാലും ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല. അതേസമയം ഇവന്മാരുടെ പാസ്ബുക്കിന് വേണ്ടി അവളുടെ ബാഗ് മൊത്തം മരിച്ചു പെറുക്കുവാണ്. സത്യമായിട്ടും എനിക്കറിയില്ല, എന്റെ കയ്യിൽ പാസ്ബുക്ക് ഇല്ല. അത് ആന്റിയുടെ കയ്യില. നിന്റെ ആന്റി പറയുന്നു നിന്റെ കയ്യിലുണ്ടെന്ന്, നീ പറയുന്നു ആന്റിയുടെ കയ്യിലുണ്ടെന്ന്. എന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരാൾ നുണ പറയുകയാണെന്ന്. ഈ കാർ എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാവോ? ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയാൽ പെൺകുട്ടികൾക്ക് എന്താണ് ഉണ്ടാവുക എന്ന് നീ ന്യൂസിൽ കാണാറില്ലേ? മര്യാദയ്ക്ക് പാസ്ബുക്ക് എവിടാണെന്ന് പറഞ്ഞു. സത്യമായിട്ട് എനിക്കറിയില്ല. ആന്റിയല്ലേ നിങ്ങൾക്ക് കാശ് തരാനുള്ളത്? അതും പറഞ്ഞ് അവൾ ആ കാറിൽ കിടന്ന് നിലവിളിക്കുകയാണ്. എന്തോ കണ്ടതുപോലെ അയാൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കാർ നിർത്തുന്നു. എന്താടാ പൊട്ടാ, ദേ അത് നോക്ക്. അങ്ങനെ രണ്ടാമത്തെ എപ്പിസോഡ് അവിടെ തീരുന്നു. മൂന്നാമത്തെ എപ്പിസോഡുമായി വീണ്ടും കാണുവരെ നന്ദി.